ഹലോ മക്കളെ, പ്ലസ് ടുവിന് ശേഷം നല്ലൊരു കരിയർ സെറ്റാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അതും എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അതായത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സോ നമുക്കൊരു ജോലി സെറ്റായാൽ മാത്രമേ നല്ലൊരു കരിയറും സെറ്റ് ആവുകയുള്ളൂ. സോ ഇതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മസ്റ്റായിട്ടും എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമായ JEE മെയിനും അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡും. ഈ രണ്ട് എക്സാമുകൾ എഴുതി നമ്മൾ IITസിലും NITസിലുമാണ് അഡ്മിഷൻ നേടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ മുതലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസായ ജനുവരിയിൽ നടക്കുന്ന എക്സാം നിങ്ങൾക്ക് നല്ല പെർസെൻറ്റിലൂടെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ നോട്ടുകൾ മാത്രം പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇനഫ് ആയിട്ടുള്ള എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും കിട്ടുകയുള്ളൂ. സോ നമുക്കറിയാം, നമ്മൾ പ്ലസ് ടു വരെ ബ്രീഫായിട്ട് ബോർഡ് എക്സാം ലെവലിൽ പെന്നും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയാണ് എക്സാമുകൾ എഴുതിയിട്ടുള്ളത്. ബട്ട് JEE മെയിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇതൊരു CBT മോഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. സോ അതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും ടൈം എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. സോ നമുക്കറിയാം, നമ്മുടെ സൈലത്തിൻ്റെ ധീര JEE ഓൺലൈൻ ബാച്ചിൽ നമുക്ക് ധാരാളം മോക്ക് എക്സാമുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ SAT എക്സാം എന്ന് പറയും, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ്. അപ്പോൾ ഓരോ ചാപ്റ്ററുകൾ നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയുള്ള അടുത്ത എക്സാമാണ് FAT എക്സാം എന്ന് പറയുന്നത്. അതായത് മിനി JEE പാറ്റേണിലായിരിക്കും നമ്മുടെ FAT എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ഏതുവരെയാണോ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുവരെ വെച്ചിട്ടായിരിക്കും നമ്മുടെ FAT എക്സാം നടക്കുന്നത്. 2 വീക്സ് കൂടുമ്പോഴായിരിക്കും നമ്മുടെ FAT എക്സാം നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ JEE പാറ്റേണിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നടത്തുന്ന എക്സാമാണ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് 25 ചോദ്യങ്ങൾ വീതം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റിൽ നിന്നും ഉണ്ടായിരിക്കും. കറക്റ്റ് എങ്ങനെയാണോ JEEയുടെ സ്കോറിംഗ് നടക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഗ്രാൻഡ് ടെസ്റ്റിലും നിങ്ങളുടെ സ്കോറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, ടൈമും. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മുടെ GIB എന്ന് പറയുന്നത്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. നമുക്കറിയാം, നമ്മൾ JEE മെയിൻ എക്സാം എഴുതുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് നിങ്ങൾ എക്സാം എഴുതി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാരോട് കൂടിയാണ് നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും 15 ലക്ഷം ഇല്ലെങ്കിൽ പോലും കുറച്ച്, അതായത് നമ്മുടെ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളുമായിട്ടും നിങ്ങളൊരു കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ് നമ്മുടെ GIB ത്രൂ. സോ കേരളത്തിലെ എല്ലാ കുട്ടികളും GIB എഴുതും, അതായത് JEE ആസ്പിറൻസ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതനുസരിച്ച് നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. സോ നമ്മുടെ ധീര 2.0 ബാച്ചിലെ ക്ലാസ്സുകൾ ജൂലൈ 5-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജൂലൈ 5-ാം തീയതി നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇപ്പം നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൺസൂൺ ഓഫർ പ്രകാരം നമ്മുടെ കോഴ്സ് ഫീയിൽ നിന്ന് നിങ്ങൾക്ക് 1000 രൂപീസ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാച്ച് പർച്ചേസ് ചെയ്യുമ്പം ധീര 1000 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുന്നതാണ്. സോ ഇനിയും വൈകിക്കേണ്ട, നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി മുന്നിലുള്ളത്. സോ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.